ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമ്മുടെ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ബട്ടൂരയും കടല മസാലയാണ് കേട്ടോ. രണ്ടും നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പം എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ട റെസിപ്പിയാണ്. അതുപോലെ തന്നെ നമ്മളിതിൽ ഈസ്റ്റ് ചേർക്കുന്നില്ല, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബട്ടൂരയുടെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ബട്ടൂരക്കുള്ള മാവ് ഇത് നമ്മൾ കുഴച്ച് വെക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ 2 കപ്പ് മൈദയിലേക്ക് 3 ടേബിൾ സ്പൂൺ റവയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 നുള്ളി ബേക്കിംഗ് സോഡയും ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ പഞ്ചസാരയും 2 ടേബിൾ സ്പൂൺ തൈരും 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്തിട്ട് ചെറിയ ചൂടുള്ള വെള്ളം കുറച്ചായിട്ട് ഇങ്ങനെ ഒഴിച്ചെങ്കിൽ ചപ്പാത്തി മാവിൻ്റെ ഒക്കെ രീതിയിൽ നമുക്ക് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ അതൊക്കെ നമ്മൾ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മേത്തിലായിട്ട് കുറച്ച് എണ്ണയും കൂടി തേച്ച് കൊടുത്തെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. നമ്മൾ നല്ലോണം കവർ ചെയ്തിട്ടാണ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊരു നഞ്ഞ ടവൽ വെച്ചിട്ട് കവർ ചെയ്താലും മതി കേട്ടോ. ഇപ്പോൾ 2 മണിക്കൂറിന് ശേഷം ഇതാക്കണം. നല്ലോണം നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇതിൽ ഈസ്റ്റ് ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിലും ഇനി നമുക്കിത് ഓരോരോ ബോൾസ് ആക്കിയിട്ട് മാറ്റാം. ഇനി നമുക്ക് ഓരോരോ ബോളും നല്ലോണം പരത്തിയെടുക്കണം കേട്ടോ. നമ്മൾ ഈ ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കണ മാതിരില്ല, അങ്ങനെയൊന്നും പരത്തിയെടുക്കണ്ട. കുറച്ച് കട്ടിയായിട്ടാണ് കേട്ടോ നല്ലത്. ഇനി നമുക്ക് നല്ല ചൂടായ എണ്ണ ഇട്ടുങ്ങായി ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കാം കേട്ടോ. ഒരു ഭാഗം ഒന്ന് പൊങ്ങി വരുമ്പം തിരിച്ചിട്ട് കൊടുത്തുങ്ങായി ഒന്ന് പൊങ്ങി വരുന്ന ടൈമിൽ നമുക്ക് എണ്ണ നന്നത്ത് കോരിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. അപ്പോൾ അതാക്കണെല്ലാം നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇതുപോലെ എല്ലാം ബാക്കിയുള്ള ചെയ്തെടുക്കുക. അപ്പോൾ ഇനി ഈ ഒരു ബട്ടൂരയുടെ കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കടല മസാല ഉണ്ടാക്കണ്ടേ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇത് ശരിക്കും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. ഒറ്റയ്ക്ക് അത് തിന്നാന്നുണ്ടല്ലോ അടിപൊളി തന്നെയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതാക്കണം കടല രാത്രി തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇതാക്കണം കഴുകിങ്ങായി കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഉപ്പും കടലയുടെ മുഖത്തൊക്കെയായിട്ട് ഇട്ട് കൊടുത്തിങ്ങായി വെള്ളം ഒഴിച്ചിങ്ങായി അടിച്ച് വെച്ച് 4 വിസിൽ അടിയുന്ന വരെ നമുക്ക് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല വഴറ്റിയെടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ചൂടായ പാനിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 1/2 ടീസ്പൂൺ വലിയ ജീരകവും ഒന്ന് ചതച്ചെടുത്തതാണ്. കൂടെ തന്നെ നമ്മൾ 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും 1 സവാള ചെറുതായി മുറിച്ചതും ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളിന്ന് ചെറുതായി വഴന്ന് വരുന്ന ടൈമിൽ നമുക്ക് കുറച്ച് കറിവേപ്പിലയും 1 തക്കാളി ചെറിയ പീസാക്കിയതും ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും 1/4 ടീസ്പൂൺ ഗരം മസാലയും ചേർത്തിട്ട് നല്ലോണം ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂട്ടിട്ടെടുത്തങ്ങായി ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള കടലയും കൂടി ഇതിലേക്ക് ചേർത്തങ്ങായി നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അവസാനമായിട്ടൊരു പച്ച കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് സവാള ചെറുതായിട്ട് മുറിച്ചിട്ടതും ചെറിയൊരു പീസ് തക്കാളി മുറിച്ചിട്ടതും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കടല മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. കൂടെ തന്നെ ബട്ടൂരയും. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ
അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ബട്ടൂറയും അതുപോലെ തന്നെ കടല മസാലയും. രണ്ടും അടിപൊളി ടേസ്റ്റാണ്. കടല മസാല നമുക്ക് ഒറ്റയ്ക്ക് കഴിക്കുന്നുണ്ടെങ്കിൽ പോലും നല്ല അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ വരുന്നതുവരേക്കും ബൈ.